റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സാറജുല ബിബിരി ഉമ്മിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയോട് വസിയത്ത് നടത്തുകയാണ്. അദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ഖിദ്മത്ത് എടുക്കണേ, ഉമ്മയെ നോക്കണേ, ഉമ്മയെ നോക്കണേ. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അൻത ഹാജുൻ വ മുഅ്തമിറുൻ വ മുജാഹിദുൻ ഫീ സബീലില്ലാഹ് യഅനി ഇദാ അബറഹാ. നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്ത പോരാളിയാണ്, നീ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചവനാണ്, നീ ഉംറ നിർവഹിച്ചവനാണ്. നിന്റെ പ്രിയപ്പെട്ട മാതാവിന് ഖിദ്മത്ത് എടുക്കുന്ന കാലഘട്ടത്തോളമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ തെറി വിളിക്കുന്ന മക്കളില്ലയോ, അവരെ കൂകി വിളിക്കുന്ന മക്കളില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കൊന്ന് കേൾക്കണേ ചെറുപ്പക്കാരാ, ഈ വാക്കൊന്ന് കേൾക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ. അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സാറജുല ബിബിരി ഉമ്മിഹി. ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാൻ റസൂലുള്ളാഹി പറയുകയാണ്, ഉമ്മയ്ക്ക് ഗുണം ചെയ്യാൻ പറയുകയാണ്, മാതാവ് പറയുന്നത് കേൾക്കാൻ പറയുകയാ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അന്ത ഹാജ് വ മുഅ്തമിറുൻ വ മുജാഹിദുൻ ഫീ സബീലില്ലാഹ്. മാതാവിന് ഗുണം ചെയ്യുന്ന കാലഘട്ടത്തോളം നീ ഹാജിയാണ്, ഹാജിയാണ്. നിന്റെ ഹജ്ജ് സ്വീകരിച്ച പ്രതിഫലമാണ്, ഉംറ ചെയ്തതാകുന്ന പ്രതിഫലമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടിയതാകുന്ന ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മുസ്ലിം സമൂഹത്തിലുള്ളതാകുന്ന ആളുകളുടെ അവസ്ഥ പോലും വളരെ പരിതാപകരമാകുകയില്ലയോ? ലാ തഖൂമു സ്സാഅ ഹത്താ അതാ അർജുലു ഇംറാതാ വഅഖസാ അബാ വഅദ്നാ സദീഖാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ, ഈ ലോകം നശിക്കുകയില്ല സഹാബ. ഹത്താ അതാ അർജുലു ഇംറാതാ. സ്വന്തം ഭർത്താവ് ഭാര്യയ്ക്ക് അടിമപ്പെടുന്ന കാലഘട്ടം കാണാതെ ഭാര്യയോട് പർദ്ദ ധരിക്കാൻ പറയുമ്പോ മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്ന സഹോദരി, അവരുടേതാകുന്ന വസ്ത്രവിധാനം ഭർത്താവിന്റെ ഇംഗിതത്തിന് വഴിപ്പെടാത്ത രീതിയിൽ പാശ്ചാത്യ ശൈലിയിൽ നെയിൽ പോളിച്ച് നടക്കുന്ന സഹോദരിമാരെ കാണുമ്പോ ഭർത്താവ് പഞ്ചപുഷ്പം അടക്കുന്നതായ ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വസ്ത്രവിധാനത്തിൽ പാശ്ചാത്യരുടെ കടന്നുകയറ്റം സഹോദരിമാരിൽ കടന്നു വന്നില്ലയോ? മോശപ്പെട്ട ഭക്ഷണങ്ങൾ കടന്നു വന്നില്ലയോ? മോശപ്പെട്ട ശൈലികൾ കടന്നു വന്നില്ലയോ? ഭർത്താവിനെ പിടിച്ചിരുത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കസരത്ത് നടത്തി ഭർത്താവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വാചാലയാകുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ? ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട് വീട് ഭരിക്കുന്ന സഹോദരിമാരെ കടന്നു വന്നില്ലയോ? ഇങ്ങനെ ഒരവസ്ഥ കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഇന്ന് പുലർന്നില്ലയോ? ലോകത്തിന്റെ നായകന് പറഞ്ഞത് ഇന്ന് പുലർന്നില്ലയോ? തീർന്നില്ല, തീർന്നില്ല. റസൂലുള്ളാഹി വീണ്ടും മക്കളെ കുറിച്ച് പറയുകയാണ്, വഖസാ അബാ വഅദ്നാ സദീഖാ. സ്വന്തം മാതാപിതാക്കളെ കരളിന്റെ കഷ്ണങ്ങളാകുന്ന മക്കള് മാതാപിതാക്കളെ അകറ്റുകയാണ്, മാതാപിതാക്കളെ അകറ്റുകയാണ്. വീട്ടിലേക്ക് അടുപ്പിക്കുന്നില്ല, കൂട്ടുകാരെ വീട്ടിനുള്ളിലേക്ക് അടുപ്പിക്കുകയാ, കൂട്ടുകാരുമായി അധിക ചങ്ങാത്തം ഉണ്ടാക്കുകയാണ്. എന്റെ ബോയ് ഫ്രണ്ടാണ്, എന്റെ ഗേൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു കൊണ്ടുവന്ന് ആ മക്കളുമായി മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ട്, ക്രിക്കറ്റ് കളികൾ കണ്ട്, ഫുട്ബോൾ മാമാങ്കം കണ്ട് മാതാപിതാക്കളെ പുറത്തിരുത്തി, അവരെ വീടിന്റെ പുറത്തിരുത്തി, കേട്ടില്ല എങ്കിൽ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ട് വേണ്ടി വന്നാൽ അടിച്ച്, വേണ്ടി വന്നാൽ തൊഴിച്ച്, വേണ്ടി വന്നാൽ
ശകാരിച്ച് അടിച്ചമർത്തപ്പെട്ടവരായ മാതാപിതാക്കളെ അകറ്റുന്ന മക്കളെ കാണാതെ ഈ ലോകം അവസാനിക്കില്ല സ്വഹാബ. ഹബീബായ റസൂലുള്ളാഹി അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഈ ലോകമെത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരവസ്ഥാവിശേഷം ഈ ലോകത്ത് സംജാതമാകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗം, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. ആ ഉമ്മയെ നിങ്ങൾ ഖിദ്മത്തെടുത്തു കൂടണേ. ഉമ്മാക്ക് ഖിദ്മത്തെടുത്തവന് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ് ഹബീബായ റസൂലുള്ളാഹി. ഇസ്ലാമിക ധർമ്മസമരത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു പടവെട്ടി ഷഹീദായതുപോലെ, ജഅഫർ റളിയല്ലാഹു അൻഹു ഷഹീദായതുപോലെ നിനക്കും ഷഹീദിന്റെ കൂലി ലഭിക്കണോ? നിന്റെ വീടിന്റെ കത്തലങ്ങളിൽ കരിപുരണ്ട വസ്ത്രം ധരിച്ച പാവപ്പെട്ട ഉമ്മ ഇരിപ്പുണ്ടടാ. ആ ഉമ്മയ്ക്ക് ഖിദ്മത്തെടുത്തു കൂടടാ, നിനക്ക് സ്വർഗം കിട്ടുമേ. ഉമ്മാക്ക് ഖിദ്മത്തെടുത്തു കൂടുന്നവരെ നിനക്ക് സ്വർഗമാണ്. ഹജ്ജും ഉംറയും മാത്രമല്ല, നിനക്ക് ജിഹാദിന്റെ പ്രതിഫലം ലഭിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുക. 3 വസ്തുക്കളിലേക്ക് നോക്കൽ പുണ്യം സയ്യിദുനാ റസൂലുള്ളാഹി. ഉറക്കയിൽ പറ സയ്യിദുനാ റസൂലുള്ളാഹി. അതൊക്കെ ക്ഷീണമായെന്ന് തോന്നുന്നു. മടുത്തല്ല ക്ഷീണമാണോ? ക്ഷീണമുള്ളവരെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. 3 വസ്തുക്കളിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. ഒന്ന് പരിശുദ്ധമായ കഅബ, കറുത്ത കഅബ, കറുത്ത കില്ല. മറ്റൊന്ന് കറുത്തതാകുന്ന വസ്തു അഥവാ കറുത്ത ലിപികളാണ് എഴുതപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലേക്ക് കറുത്തന്നില്ല, അങ്ങനെ ഖുർആൻ എഴുതപ്പെട്ടത് ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞു. ഖുർആൻ എഴുതപ്പെട്ടതിലേക്ക് നോക്കിയിരിക്കൽ പുണ്യം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. സാദേ ഓതാറിയില്ല, വല്ലദീ യതകഅഉ ലഹു അജ്റാൻ, വിക്കി ഓതുന്നവന് 2 കൂലിയാണ്. അൽഹംദുലില്ലാഹ്, ഇത്ര ആളുകൾ അങ്ങനെ ഖുർആൻ പഠിക്കാൻ തയ്യാറാവുക. ഖുർആൻ ഓതാൻ അറിയാത്തവർ സുബ്ഹാനല്ലാഹ്, അമുസ്ലിം സഹോദരങ്ങൾ പോലും ഖുർആനിന് വിവർത്തനം എഴുതിയിട്ടുണ്ട്, അല്ലേ? തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളത്തിലേക്ക്. ഖുർആൻ ചെയ്തിട്ടുണ്ട്, ഖുർആൻ പാട്ടാക്കിയിട്ടുണ്ട് അമുസ്ലിം സഹോദരൻ. കേരളത്തിലുള്ളവരുടെ കാര്യം. അപ്പൊ അത്രയോ ആവർത്തി ഒരു ഖുർആൻ ഒന്ന് വായിക്കണം. നമ്മളിൽ മുസ്ലിമീങ്ങളിൽ പോലും അധിക ആളുകൾ ഖുർആൻ ഒരു വട്ടം പോലും ഓതാത്തവർ ഇന്നും ഉണ്ട്. ആളുകൾ ചിന്തിക്കണം, ഒരു വട്ടം പോലും ഓതി തീർത്തിട്ടില്ല. ഓതാൻ വേണ്ടി പലപ്പോഴും ഖുർആൻ എടുത്തിട്ടുണ്ട്. അൽബക്ര ഓതി തീർപ്പോഴത്തേക്ക് മനസ്സെടുത്ത് റാഹത്തായിട്ട് അവനെ മതിയാക്കി. അങ്ങനത്തെ കോമാണ് അധികവും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ഖുർആൻ കാവ്യം ചെയ്ത ആളുകൾ, പാട്ടുരൂപത്തിൽ എഴുതിയ ആളുകൾ അമുസ്ലിമീങ്ങൾ ഈ കേരളത്തിൽ എഴുതാൻ പറ്റൂല, അത് വേറെ വിഷയം. അങ്ങനെ രചിച്ച ആളുകളുണ്ട്. ഖുർആനിന് അർത്ഥം എഴുതിയ അമുസ്ലിം സഹോദരങ്ങൾ, അതിന് തർജ്ജമ ചെയ്തവരുണ്ട്. എത്രയോ ആവർത്തി അവർ വായിച്ചിട്ടുണ്ടാകണം, എത്രയോ ഗ്രന്ഥങ്ങൾ പരതിയിട്ടുണ്ടാവണം. അവർ ചെയ്തതാകുന്ന ഒരു പരിശ്രമത്തിന്റെ ഒരളവ് പോലും മുസ്ലിമീങ്ങളിൽ അധിക സഹോദര സഹോദരിമാരും ഒരു പ്രാവശ്യം പോലും ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് മോമിൻ നീ. സുബ്ഹാനല്ലാഹ്, മോമിൻ എന്ന് വെറുതെ പേര് മാത്രം. മുസൽമാൻ വെറുതെ പേര് മാത്രം. റേഷൻ കാർഡിൽ, ആധാർ കാർഡിൽ, എല്ലായിടത്തും എന്റെ പേര് കറക്റ്റ് ആയിരിക്കും. നോട്ടീസിൽ പേരെങ്ങനെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാൽ വലിയ വിഷയം. നമുക്ക് എല്ലായിടത്തും നമ്മുടെ പേര് പ്രസിദ്ധീകരിക്കണം, ഇല്ലേ? എന്നാൽ നീ ചിന്തിക്കുന്ന സഹോദര, ഖുർആൻ എന്ന മഹത്തായ ആ പരിശുദ്ധമായ ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ തന്നെ കൂലി. ലോകത്ത് ഒരു വേദഗ്രന്ഥവും ഇതുപോലെ അവകാശപ്പെടാനില്ല. ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ കൂലി. അൽഹംദുലില്ലാഹ്. മൂന്നാമത്തേത്, കറുത്ത ഉമ്മയാണെങ്കിൽ പോലും ആ ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ നോക്കിയിരുന്നാൽ കൂലി. സയ്യിദുനാ റസൂലുള്ളാഹി ഉമ്മയുടെ മുഖത്ത് വെറുതെ നോക്കിയിരിക്കും. അത് കൂടുതൽ വിശദീകരിച്ചു. മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിരിക്കും, അപ്പയുടെ മുഖത്ത് ഒന്ന് നോക്ക. ഇന്നത്തെ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ നോക്കാത്ത വിഭാഗം അതാണ്. വാപ്പാടെ ഉമ്മാടെ മുഖത്ത് ആരും നോക്കാറില്ല. അന്യ പെണ്ണ് അതിലെ കൂടെ പോയ ശരിക്കും നോക്കും, അടിയും മുടിയും നോക്കും, ശരിക്കും നോക്കും. പാപ്പാടെ ഉമ്മാടെ മുഖത്ത് ശരിക്കും നോക്കാറില്ല അധികം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അവരേറ്റവും കൂടുതൽ ഒന്നില്ല മൊബൈൽ ഫോണിൽ അശ്ലീലത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ട് വാപ്പാട് ഉമ്മയുടെ എന്താ പറയാ, വാപ്പാട് ഒന്നില്ല ഫീസ് ചോദിക്കും, അപ്പോഴാണ് മുഖത്തൊന്ന് നോക്കുന്നത്. ഉമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കും. ഫുഡിന് വേണ്ടി കുഴിമന്തി റെഡിയായി, നെഹദിയിൽ കുഴിമന്തി കൊണ്ടുവന്നു അത് ചോദിക്കാൻ വേണ്ടി മാത്രം ഉമ്മയുടെ മുഖത്തോട് അല്ലാതെ നോക്കാറില്ല.
അതല്ലേ അവസ്ഥ. എന്നാൽ ഇതിൽ ഈ സദസ്സിൽ തന്നെ 40-ഉം 35-ഉം ഒക്കെ ഏജുള്ള സഹോദരങ്ങൾ ഉണ്ടാകും, സഹോദരിമാരുണ്ടാകും. അവരൊക്കെ മദ്രസ വിട്ടാൽ, സ്കൂൾ വിട്ടാൽ വന്ന് ഉമ്മയുടെ തുണിക്കോന്തലിൽ മേലെ എപ്പോഴും ഉമ്മയെ നോക്കും, എപ്പോഴും വാപ്പാടുത്താൻ. പുരുഷന്മാര് വാപ്പാടുത്തു, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉമ്മ അടുത്ത് കൂടുതൽ സഹവാസം ഉണ്ടാകും. ഉമ്മയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇന്ന് സ്കൂൾ വിട്ടാലും മദ്രസ വിട്ടാലും നേരെ വന്ന് റൂമിനുള്ളിൽ കയറി അടച്ചിട്ട റൂമിൽ ഒന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ, അല്ലെങ്കിൽ ടിവിയിൽ അശ്ലീലത കണ്ടുകൊണ്ട് ഇരിക്കുന്നതായ സഹോദര സഹോദരിമാർ, അവസാനം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന കമന്റുകളിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാ സമയങ്ങളിൽ ചെലവഴിച്ച് പാതിരാത്രി സമയവും ഇറങ്ങി വന്നിട്ട് ഉമ്മയോട് മുഖത്ത് നോക്കിയിട്ട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രം, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അപ്പോൾ മാത്രമാണ് ഒന്ന് മുഖത്തേക്ക് നോക്കുന്നത്. എന്തൊരു പരാജയം, എന്തൊരു പരാജയം! എന്താണ് അവസ്ഥ? ഇതല്ലേ ഇന്നത്തെ അവസ്ഥ? ചിന്തിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കണേ. അന്ത ഹാജുൻ വ മുഅ്തമിറുൻ വ മുജാഹിദുൻ ഫീ സബീലില്ലാഹ്. നീ ഹാജിയാണ്, നീ ഉംറ നിർവഹിച്ചവനാണ്, നിനക്ക് ജിഹാദിന്റെ കൂലി ലഭിച്ചവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല ഉസ്താദേ, പണമില്ല ഉസ്താദേ, ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഉസ്താദേ, ഹജ്ജിന് പോകാൻ പറ്റാത്ത പട്ടിണി പാവമാണ്, നിനക്കുള്ള കൂലികളാണ്. ഒന്നാമതായി പരിശുദ്ധമായ ജുമഅയാണ്, രണ്ടാമതായി പരിശുദ്ധമായ ഫർളാക്കപ്പെട്ട നമസ്കാരമാണ്, മൂന്നാമതായി ആ നമസ്കാരങ്ങൾക്ക് പോകുമ്പോ സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്റിലായി കൂടലാണ്, നാലാമതായി നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളല. ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, പഠിച്ചു വെക്കണേ മനുഷ്യ, തയ്യോട്ട് ചിറയിൽ ഒരുമിച്ച് കൂടിയ ഉമ്മ, പഠിച്ചു വെക്കണേ, ജീവിതത്തിൽ ഉൾക്കൊള്ളണേ. മശിയുക ഫി ഹാജതി അഖീക ഹജ്ജും ബഅദ ഹജ്ജ് ശഫീഉനാ റസൂലുള്ളാഹി. മുസ്ലിമായ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ നീ ഖൈറായ വിഷയത്തിൽ അവനെ സഹായിക്കുന്നുണ്ടോ? ഖൈറായ കാര്യത്തിൽ നീ നടക്കുന്നുണ്ടോ? അത് ഹജ്ജിന്റെ പ്രതിഫലം നേടിത്തരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നവരില്ലയോ? നിരാലംബർക്ക് അവലംബമാകുന്നവരില്ലയോ? നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നവരില്ലയോ? പാവപ്പെട്ട യതീം മക്കളെ പോറ്റുന്നവരില്ലയോ? തെയ്യോട്ട് ചിറയിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നവരെ, ആ മക്കളെ പൊന്നുപോലെ വളർത്താൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നവരെ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രയത്വം വഹിക്കാൻ നീ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളില്ലയോ? അത് ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ കഴിയുന്ന സംഗതികളാ. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ അല്ലാഹു നൽകിയതായ കഴിവുകളാണ്, പറ്റുന്ന സംഗതികളാണ്. ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര അമല ഇപ്പോൾ പറഞ്ഞത്, എത്ര അമല പറഞ്ഞത്? ഇതൊക്കെ പറഞ്ഞത് ആർക്കാ? ഫുലൂസ് ഇല്ല, ഇല്ലെങ്കിൽ ഫുലൂസ് ഉണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കൗമ എത്ര ആളുകളുണ്ടാവും? അത് പോണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, കാശുണ്ട്, പക്ഷെ അല്ലാഹു തആല ഏകിയിട്ടില്ല. ശാരീരിക ബുദ്ധിമുട്ട്, മാരകമായ ക്യാൻസർ ബുദ്ധിമുട്ട്, അങ്ങനെ അല്ലാഹു ശമനം നൽകട്ടെ. അത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലാഹു ശമനം നൽകട്ടെ. അനധി വിദൂര ഭാവിയിൽ ആ പുണ്യഭൂമിയിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിക്കണം. രണ്ടവസ്ഥ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഒന്ന് തൊണ്ടക്കുഴി റൂഹെത്തുന്ന സമയമാണ്. വലൈസത്തി തൗബ, അന്ന് തൗബ സ്വീകരിക്കൂല.
അതാ ഖുർആൻ പറഞ്ഞതാണ്. മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അങ്ങനത്തെ ഒരു സന്ദർഭം വരും. കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ആയതു തുലൂഇ ശംസി യാ ഹബീബല്ലാഹ്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന്റെ അടയാളം എന്താണ് റസൂലേ? എപ്പോഴാണ് ഉദിക്കുക? അടയാളം എന്താണ്? അടയാളം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് തത്തൂലുൽ ലൈലത ഖദറ ലൈലതൈൻ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന്റെ തലേ ദിവസത്തെ രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയാണ് ഉണ്ടാവുക. അഥവാ സൂറന്ന കാഹളത്തിന്റെ ഊത്തുവരുന്നതിന് മുമ്പുള്ള തലേ ദിവസത്തെ രാത്രി 2 രാത്രിയുടെ ദൈർഘ്യതയാണ്. എന്താ നേരം വെളുക്കാത്തത് എന്നിങ്ങനെ ചിന്തിച്ച് ജനങ്ങൾ നിലകൊള്ളും. അപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. അപ്പോഴേതാ സൂറന്ന കാഹളത്തിൽ ഊത്തുവരും. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി എന്തായിരിക്കും ഭീകരത? ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. ലോകാവസാനം അതിന്റെ ഭീകരത അതൊക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ കേൾക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സൂറത്തുൽ ഹജ്ജിന്റെ പ്രഥമ ആയത്തിലൂടെയും വിവിധ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിഴകൾ നരച്ചു എന്ന 20 ചുവട്ടിൽ 19 എന്നൊരു റിവായത്ത്, 17 ഈ മുടിയിഴകൾ നരച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ശിബത്തെ യാ റസൂലല്ലാഹ്, നബിയെ മുടിയൊക്കെ നരച്ച മുടി നരക്കി. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അബൂബക്കറേ ശയ്യബതനി ഹൂദ് എന്ന സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്, കൽപ്പനയുടെ വചനം പറഞ്ഞിട്ടുണ്ട്. ഫസ്തഖിം കമാ ഉമിർത, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചിന്തിക്കുക പോലും ചെയ്യാത്ത അല്ലാഹുവിന്റെ റസൂലിനോട് ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിക്കുകയാ, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ റസൂലേ, കൽപ്പിച്ചതുപോലെ അനുസരിക്കണേ റസൂലേ, കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ. കൽപ്പിച്ചതുപോലെ നിലകൊള്ളണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഏത് സൂറത്തിലൂടെ? സൂറത്തുൽ ഹൂദിലൂടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പനയുടെ വചനം എന്നോട് പറഞ്ഞപ്പോ അതിന്റെ അർത്ഥതരങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്റെ മുടിയിഴകൾ നരച്ചുപോയി എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാത്രമല്ല അതിനോട് ചേർന്ന് ഒരുപാട് സൂക്തങ്ങൾ, ലോകാവസാനത്തിന്റെ ഭീകരതയെ കുറിച്ച് പറയുന്ന ഒരുപാട് സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിക്കുകയാണ്. ആ ആയത്തുകളുടെ അർത്ഥതരങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ ചിന്തയിലാണ്ട് പോയി. അബൂബക്കറെ എന്റെ കൂട്ടുകാരാ, സ്നേഹിതാ, എന്റെ മുടിയിഴകൾ നരക്കാനുള്ള കാരണം അതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമുക്ക് ഈ ഒരു ചിന്തയുണ്ടോ? നമ്മുടെ മുടിയിഴകൾ നിരച്ചത് ആരെ ചിന്തിച്ചാണ് സഹോദരാ? അന്യ പെണ്ണമായിട്ടുള്ള പ്രേമം അവളെ എനിക്ക് കിട്ടുമോ എന്ന ചിന്തയിൽ മുടിയിഴകൾ താടിയിഴകൾ നരച്ചു പോയവരെ, അല്ലാഹുവിനെ ചിന്തിക്കാതെ പടച്ചറപ്പിനെ ഭയപ്പെടാതെ ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന സഹോദരാ സഹോദരി, സ്വന്തം ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പെരുവയലത്ത് കഷ്ടപ്പെടുമ്പോഴും ആ ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യപുരുഷന്മാരുമായി ചാറ്റിംഗ് നടത്തുന്നതായ സഹോദരിമാരില്ലയോ? സ്വന്തം ഭാര്യ നിനക്ക് വേണ്ടി വീട്ടിൽ കഴിയുമ്പോഴും ആ ഭാര്യ മറന്നുകൊണ്ട് പ്രവാസ ലോകത്ത് വ്യഭിചാരശാലകളിലേക്ക് എടുത്തു ചാടുന്ന ചെറുപ്പക്കാരില്ലയോ? നാട്ടിൽ തന്നെ വിചാരശാലകളിലേക്ക് പോകുന്നതായ ചെറുപ്പക്കാരില്ലയോ? മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളിനീക്കുന്നവരെ, കല്ല് കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, ഹശീശം പാൻപരാഗമായി ജീവിതം തുലച്ച് കളഞ്ഞതായ ചെറുപ്പക്കാരാ, മരണമെന്ന സത്യത്തെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? കുല്ലു നഫ്സിൻ
സായിഖത്തുൽ മൗത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ എത്ര വലിയ പണക്കാരനായിരുന്നാലും, എത്ര പാവപ്പെട്ടവനായിരുന്നാലും, എത്ര പൊക്കമുള്ളവനായിരുന്നാലും, എത്ര കുറുകിയവനായിരുന്നാലും, എത്ര വലിയ തടിയുള്ളവനായിരുന്നാലും, എത്ര മെലിഞ്ഞവനായിരുന്നാലും, എത്ര കറുത്തവനായിരുന്നാലും, എത്ര വെളുത്തവനായിരുന്നാലും, അവർണനായിരുന്നാലും സവർണനായിരുന്നാലും, എത്ര വലിയ കൊലകമ്പനായിരുന്നാലും, ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണത്തിൽ അടിച്ചുമർത്തപ്പെട്ടതായ ജനവിഭാഗത്തെ ഭരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനായിരുന്നാലും മരണത്തെ പുൽകാതെ ഒരു വ്യക്തിയും പോകുകയില്ല. എത്രയെത്ര സിനിമാ നടന്മാര് പോയടാ, എത്രയെത്ര സിനിമാ നടിമാര് മരണത്തിന് കീഴടങ്ങിയടാ. ഒരു കാലഘട്ടത്തിൽ ശരീരഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതായ ചാർലി ചാപ്ലിൻ ഇന്നവിടെ പോയി, മാൾ അരവിന്ദൻ ഇന്നവിടെ പോയി, അവരൊക്കെ മരണത്തിന് കീഴടങ്ങിയില്ലയോ? എത്രയോ സിനിമാ നടന്മാർ, എത്രയോ സിനിമാ നടിമാർ മരണത്തെ പുൽകിയില്ലയോ, മരിച്ചില്ലയോ? നീ കണ്ട എത്ര ഏകാധിപതികൾ, ഫിറഔൻ എവിടെ പോയടാ, നമ്രൂദ് എവിടെ പോയടാ, ഹിറ്റ്ലർ എവിടെ പോയടാ? എല്ലാവരും മരണത്തെ പുൽകുകയാ. എത്ര വലിയ രാജാതിരാജനായിരുന്നാലും, അധികാരത്തിന്റെ പർദീസയിൽ വിരാജിച്ചവനായിരുന്നാലും മരണത്തെ പുൽകാതെ ഒരൊറ്റ വ്യക്തിയും പോകുകയില്ല. വൈന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ. നാളെ നിനക്ക് അല്ലാഹു കൂലി പൂർത്തീകരിച്ച് നൽകുന്നത് ഈ ദുനിയാവിൽ നമസ്കരിച്ചവനാണോ, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവനാണോ, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തവനാണോ, ഈ ദുനിയാവിൽ പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പിയവനാണോ, ഈ ദുനിയാവിൽ പാവപ്പെട്ടവന്റെ വിഷമകഥകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കണ്ണീരൊപ്പാൻ തയ്യാറെടുത്തവനാണോ, തെയ്യോട്ട് ചെറിയ മുത്തല്ലിമീങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകിയ ഉമ്മമാരാണോ, കാതിലുള്ളതാകുന്ന അലിക്കത്തുകൾ കൊടുത്ത്, കാതിൽ കിടക്കുന്ന ആഭരണങ്ങൾ കൊടുത്ത്, കയ്യിൽ കിടക്കുന്നതായ ആഭരണങ്ങൾ ഊരിക്കൊടുത്ത്, കാലിൽ കിടക്കുന്ന പാദസരം ദീനിനു വേണ്ടി കൊടുത്ത് ആഖിറത്തെ തയ്യാറെടുത്തവരാണോ, ആഖിറത്തെ വിലക്കെടുത്തതായ ഉമ്മമാരാണോ? എല്ലാ കൂലിയും അല്ലാഹു നാളെ ഇതാ പൂർത്തീകരിക്കുന്നതാണ്. എത്ര വലിയ നന്മ ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ പൂർത്തീകരിച്ചു തരുമേ. ഈ ദുനിയാവിൽ എത്ര തെറ്റ് ചെയ്തവനായിരുന്നാലും അല്ലാഹു നാളെ ഇതാ പൂർത്തീകരിക്കുന്നതാണ്. എനിക്ക് വിഷമമില്ലല്ലോ, എനിക്ക് പ്രയാസമില്ലല്ലോ, ഞാൻ എത്രയോ നാളായി കള്ളു കുടിക്കുന്നു, എത്രയോ നാളായി പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു, എത്രയോ ആളുകളായി പാവപ്പെട്ടവരെ പറ്റിച്ചുകൊണ്ട് കഴിയുന്നു, എത്രയോ നാളുകളായി അറബി യത്തീംഖാനയിലാക്കിയിട്ട് അവന്റെ പൈസ വസൂലാക്കിയിട്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ഞാൻ നടക്കുന്നു. അമ്പര ചുംബികളായ മണിമേടകൾ ഞാൻ വെച്ചിട്ടുണ്ട്, മാളിക സൗധങ്ങളുണ്ട്. പെരിന്തൽമണ്ണയിൽ എനിക്ക് സ്വന്തമായി 10 ഏക്കറോളം ഭൂമിയുണ്ട്, എനിക്ക് മാളുകളുണ്ട്, എനിക്ക് കടമുറികളുണ്ട്. അവകാശപ്പെടരുതേ, പെടരുതേ. മരണത്തിന്റെ മുന്നിൽ പിടിയമർത്തുന്നതാണ്, ഒരിക്കൽ അസറായിലിന്റെ മുന്നിൽ നീ അമരുന്നതാണ്. ഒരാളും നിനക്ക് തുണ വരുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരനും ഈ ദുനിയാവിൽ നിന്നെ കള്ളു കുടിക്കാൻ പഠിപ്പിച്ച, നിന്നെ വിചാരശാലയിലേക്ക് കൊണ്ടുപോയ, സിഗരറ്റ് വലിക്കാൻ പഠിപ്പിച്ച, നിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോകമാണ് തിയേറ്ററിലേക്കെന്ന് പറഞ്ഞ് നിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ, ബാൽക്കണിയിൽ ഇരിക്കാൻ പഠിപ്പിച്ച, തിയേറ്ററിൽ കൊണ്ടുപോയി നിന്റെ സിനിമകൾ കാണിച്ച, നിനക്ക് നെറ്റ് റീചാർജ് ചെയ്തെന്ന നിന്റെ കാമുകരില്ലയോ? പാതിരാത്രി സമയത്ത് വാപ്പേറിയാതെ വീടിന്റെ പിന്നാമ്പുറത്തെ കഥകൾ എനിക്ക് വേണ്ടി തുറന്നിടൂ എന്ന് പറഞ്ഞ നിന്റെ പ്രിയപ്പെട്ട കാമുകനില്ലയോ? ഭർത്താവ് അറിയാതെ ശരീരം അവന് വേണ്ടി സമർപ്പിച്ച പെങ്ങളെ, എല്ലാവരും നാളെ മഹ്ശറയിലേക്ക് വന്ന് നിൽക്കുന്നതാണ്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഒരു കൂട്ടുകാരനും നിനക്ക് നാളെ തുണ വരുകയില്ല. മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുകയാണ്. ഒരാളുമില്ല. നീ ചെയ്ത അമലല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടിയുള്ള സമയവും സന്ദർഭവുമാണ്, പരിശീലന കരടിയാണ് ഈ ദുനിയാവ്. ഇവിടെ വെച്ച് ശരിക്കും അമലെടുത്തോ. കുറഞ്ഞ ആയുസേ ഉള്ളൂ.
സുബ്ഹാനല്ലാഹ്, ഏത് വ്യക്തിക്കും അല്ലാഹുവിൻ സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്ന ആയുസ് മുത്തുനബിയുടെ സമുദായത്തിൽ 60ന്റെയും 70ന്റെയും ഇടയിൽ. അത് മനസ്സിലായി പ്രവർത്തിച്ചു. അത് കഴിയുമ്പോൾ യന്ത്രം തകരാറിലാകുകയാണ്. ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള സമയം എടുത്തിരിക്കാൻ. നിനക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ അതാണ്. നിനക്ക് അതിലേക്കുള്ള വിളിയാളമാണ് ഷുഗർ, അതിലേക്കുള്ള വിളിയാളമാണ് പ്രഷർ, അതിലേക്കുള്ള വിളിയാളമാണ് നിന്റെ കൈകാലുകൾ കുഴച്ചിൽ, അതിലേക്കുള്ള വിളിയാളമാണ് ക്യാൻസർ, അതിലേക്കുള്ള വിളിയാളമാണ് മാരകമായ രോഗങ്ങൾ, നിന്റെ മുട്ടുവേദന, കൈവേദന, കാലുവേദന, നിന്റെ കെണുപ്പുകൾ, അസ്ഥിപഞ്ജരങ്ങൾ, ശക്തികൾ കുറഞ്ഞു വരുന്നു. മരണത്തോട് നീ അടുത്തുകൊണ്ടിരിക്കുന്നു. നിന്റെ ശരീരം വളയുന്നു, നീ കുനിഞ്ഞു നിൽക്കുന്നു, നിന്റെ താടിരോമങ്ങളും ശരീരത്തിലുള്ള രോമകൂപങ്ങളും നരച്ചു വരുന്നു. മരണത്തിന്റെ അടയാളമാണ്. നീ തീരാൻ പോവാണ്. അതുകൊണ്ട് ഇനി നന്നായിക്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ യഥാർത്ഥമാകുന്ന സുന്നത്ത് അത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കണ്ടേ. നമുക്കും ഒന്ന് നന്നാവണമെന്ന് ചിന്ത വേണ്ട. നമുക്കൊന്ന് മാറണ്ടേ. ഇപ്പൊ എത്ര വയസ്സായി? 30, 40, 50, 60, 70 വയസ്സെത്തിയിരിക്കുക. നിന്റെ ശരീരത്തിന് ഒരു ആയുസ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. നീ മുത്തുനബിയുടെ സമുദായത്തിൽപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിൽപ്പെട്ടവരാണ്. നമുക്കൊരു ആയുസ് അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച് നൽകി. അതിതാ തീരാനെത്തിയിരിക്കുകയാണ്, അടുത്തു വന്നിരിക്കുകയാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയുസിലേക്കുള്ളതാകുന്ന ദൂരം വളരെ കുറഞ്ഞു വന്നിരിക്കുന്നു. നിന്റെ ആയുസിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നിനക്കിതാ 40 കഴിഞ്ഞു, 50 കഴിഞ്ഞവർ എന്റെ മുന്നിലുണ്ട്, 60 എത്തിയവരുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയ 63 വയസ്സെത്തിയ സഹോദര സഹോദരിമാർ എന്റെ മുന്നിലുണ്ട്. ചിന്തിക്കൻ, മുത്തുനബി പറഞ്ഞതാകുന്ന പ്രായത്തിലേക്ക് ഇതാ നീ എത്തിയിരിക്കുന്നു. എന്നാൽ നിന്റെ ജീവിതത്തിൽ അമലുകളുടെ തട്ട്, അമലിന്റെ ത്രാസ് എത്രത്തോളം ഭാരമുണ്ട് എന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയും മഹത്തരമാകുന്ന ഒരു വേദിയിൽ, വളരെ മനോഹരമാകുന്ന ഈ മുഹൂർത്തത്തിൽ, ദുൽഹിജ്ജയുടെ പവിത്രമായി രാവിലിരുന്നു കൊണ്ട് നീ ഒരു ശപഥം ചെയ്യണം. ഇനി എന്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു പോവാൻ, ഇനി ഞാൻ ഖൈറിലേക്ക്, നന്മയുടെ വാതിലിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത്രയും നാളും ഞാൻ മോശമായ രീതിയിൽ ജീവിച്ചു, മോശമായ ശൈലി അവലംബിച്ചു. ഇനി അതെല്ലാം മാറ്റിയിട്ട് ഞാൻ നന്നാവാൻ തുനിയുകയാണ്. അങ്ങനെ നീ കരുതിയിട്ടില്ല എങ്കിൽ ഈ ഒരുമിച്ച് കൂടൽ കൊണ്ടോ ഈ ഉറൂസ് കൊണ്ടോ ഒന്നും നിന്റെ ജീവിതത്തിൽ ഒരു ഖൈറും ഉണ്ടാവൂല. ഇവിടെ വന്നിട്ട് അരി കൊണ്ടുണ്ടാക്കിയതാകുന്ന അലിവ് കിട്ടും, നല്ല മധുരമാണെന്ന് പറഞ്ഞ് 1 കിലോ വാങ്ങിച്ചു കൊണ്ടുപോകുന്നതിലല്ല ഇതിന്റെ കാര്യം. ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പോകുന്നതിനപ്പുറം നമുക്കൊരു ആത്മീയമാകുന്ന ഒരു ഉന്നമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളെല്ലാവരും ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഓരോരുത്തരും ചിന്ത വെക്കും. നമ്മൾ മരിക്കുന്ന സുദിനം എന്താണ് അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാന കാലഘട്ടം എത്തുമ്പോൾ മോമിനീങ്ങളുടെ മേൽ നല്ല മനോഹരമായ ഒരു കാറ്റിനെ അല്ലാഹു പറഞ്ഞേക്കുമത്രേ. ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി മോമിനീങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അന്ന് ലോകത്തുള്ള സർവ്വവിശ്വാസി സമൂഹം മുഴുവനും ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി മരണത്തിലേക്ക് വഴുതി വീഴും. എല്ലാവരുടെയും ആത്മാവിനെ അസ്രായിൽ അലൈഹിസ്സലാം പിടിക്കും. പിന്നെ ഈ ലോകത്തുണ്ടാകുക ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമാണ്, ശിറാറുൽ ഖൽഖാണവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമു സ്സാഅ ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ, ഈ ലോകം നശിക്കുകയില്ല സ്വഹാബ, ഇല്ലാ അലാ ശിറാറിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം അവരുടെ മേലാണ് ഈ ലോകം അവസാനിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടും എന്ന് ചിന്തിക്കുക. എത്രത്തോളം
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ലാ തഖൂമുസ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാള് പോലും ഈ ലോകത്ത് ഉണ്ടാവുകയില്ലത്രേ. അങ്ങനത്തെ ഒരു സാഹചര്യം ഈ ലോകത്തിന് സംജാതമാകുമത്രേ. അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായാൽ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലാ തഖൂമുസ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന മഹത്തായ നാമം ഈ ലോകത്ത് എന്ന് ഉച്ചരിക്കാതിരിക്കുന്നുവോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ് സാബ. ഈ ലോകം നശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാന്ന് പറയാൻ ഒരൊറ്റ ഒരുത്തൻ ഈ ലോകത്തുണ്ടാവൂല. അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് വരുന്നുവോ അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കി. ഇന്നിപ്പോ അല്ലാന്ന് പറയാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ ഇതൊക്കെ അവസാനിക്കും. അതാണ് പറയുന്നത്, അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോ അല്ലാന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി ഈ ലോകത്തുണ്ടാവൂല. അല്ലാന്ന് പറയുന്ന മുഅ്മിനീങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായ ഒരു കാറ്റയച്ച് അവരൊക്കെ മരിപ്പിക്കുക. പിന്നെ ഏറ്റവും മോശപ്പെട്ട കൗമാണ് ഉണ്ടാവുക. അവരുടെ മേലാണ് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്ത് കടന്നു വരിക. സയ്യിദുനാ റസൂലുള്ളാഹി വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ റാത്തീബിൽ നമ്മൾ ഓതുന്നതല്ലയോ, ശ്രദ്ധിച്ചിട്ടില്ലയോ? അവസാന ഭാഗമെത്തുമ്പോൾ മുഅ്മിനീങ്ങൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവോടുകൂടി ചെല്ലുകയാണ്. അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ്. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹ് എന്ന നാമത്തിലാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുയോട് അല്ലാഹുവിന്റെ റസൂൽ പരിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ശബ്ദം പരിശുദ്ധമായ ബാങ്കിനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ബിലാലേ കയറൂ, ബിലാലേ കയറി നിന്നുകൊണ്ട് വിളിക്കൂ ബിലാലേ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആദ്യമായി ബാങ്ക് മുഴക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്ന നാമമില്ലാതെ ഈ ലോകത്ത് നിലനിൽപ്പില്ല. ലോകത്തുള്ള സർവ്വ പള്ളികളിൽ നിന്നും മനോഹരമായ ബാങ്കുലി ഇന്നും മുഴങ്ങുകയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അന്ന് തുടങ്ങി വെച്ച മനോഹരമായ ബാങ്കുലി ഇന്നും പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ നിന്ന് തെയ്യോട്ട് ചിറ പള്ളികളുടെ പരിശുദ്ധമായ മിമ്പറിലൂടെ മെഹ്റാബിലൂടെ മിനാരങ്ങളിലൂടെ ലോകം മുഴുവനും കേൾക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നിലയ്ക്കാത്ത ശബ്ദമാണ്, നിലയ്ക്കാത്ത ശബ്ദമാണ്. ഈ ശബ്ദം എന്ന് നിലയ്ക്കുന്നു അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്. ഹബീബായ റസൂലുള്ളാഹി നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന മോമിൻ അവനെ കൈകെട്ടുകയാണ്. അല്ലാഹു അക്ബർ. റുകൂയിലേക്ക് പോകുമ്പോഴും അവന് പറയുകയാണ് അല്ലാഹു അക്ബർ. കൈകെട്ടിക്കൊണ്ട് ഫാത്തിഹ ഓതുമ്പോഴും അവൻ ആദ്യമായി ഉച്ചരിച്ചതും ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. വജ്ഹത്ത് ഓതുകയാണെങ്കിലും അവൻ ആദ്യമായി പറഞ്ഞു വെച്ചതും വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാത്.
അല്ലാഹുവിനെ ഓർക്കാതെ നിന്റെ നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല മനുഷ്യ, നമസ്കാരത്തിന്റെ പൂർത്തീകരണമില്ല സഹോദരി. റുകൂഇലേക്ക് പോകുമ്പോഴും നീ പറയുന്നത് അല്ലാഹു അക്ബർ, ആ റുകൂഇലെത്തിയിട്ട് നീ വാഴ്ത്തുന്നതും സുബ്ഹാന റബ്ബിയൽ അലീം ബിഹംദിഹി, അല്ലാഹുവിനെയാണ് അല്ലാഹുവിനെയാണ്. സമിഅല്ലാഹു ലിമൻ ഹമിദ, ഇഅ്തിദാലിലേക്ക് വരുമ്പോഴും നീ അല്ലാഹുവിനെ സ്മരിക്കുന്നവനാണ്. തീർന്നില്ല റബ്ബിനെ ഹംദ് ചെയ്യുകയാണ്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത് വമിൽ അൽ-അർദ് വമിൽ മാ ശിഅത മിൻ ശൈഇൻ ബഅദു, ഈ ഭൂമി നിറയെ ഏഴ് ആകാശങ്ങൾ നിറയെ നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്, ഈ ലോകത്തുള്ള സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലാതെ അവനെ വാഴ്ത്താതെ ഒരു നമസ്കാരവും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. നീ സുജൂദിലേക്ക് പോകുമ്പോഴും പറയുകയാണ് അല്ലാഹു അക്ബർ, ആ സുജൂദിൽ നീ വാഴ്ത്തുന്നതും അല്ലാഹുവിനെയല്ലയോ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, നീ അടിയലിരുത്തത്തിൽ ഇരിക്കുമ്പോഴും നീ പറയുന്നത് അല്ലാഹു അക്ബർ. അവിടെ ഇരുന്ന് ദുആ ചെയ്യുമ്പോഴും റബ്ബി ഗഫിർലി, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്, എനിക്ക് നീ കരുണ ചെയ്യണേ അല്ലാഹ്, എന്റെ കാര്യങ്ങൾ മുഴുവനും നീ പരിഹരിക്കണേ നാഥാ, എന്റെ ദറജ ഉയർത്തണേ അല്ലാഹ്, എനിക്ക് സന്മാർഗത്തിന്റെ പാന്താവ് തെളിച്ചു തരണേ അല്ലാഹ്, എനിക്ക് നീ ആഫിയത്ത് തരണേ അല്ലാഹ്. നീ ചോദിക്കുകയാണ് അടുത്ത സുജൂദിലേക്ക് പോയാലും വീണ്ടും തഹിയ്യാത്തിലേക്ക് ഇരുന്നാലും എല്ലാം അല്ലാഹയാണ്. അല്ലാഹുവിനെ ചിന്തിക്കാതെ എന്നീ ലോകത്തുനിന്ന് മനുഷ്യ നിന്റെ ഹൃദയം പോകുന്നുണ്ടോ? നിന്റെ നാവ് കൊണ്ട് പടച്ച റബ്ബിനെ വിളിക്കാത്ത സമയം കടന്നു വരുന്നുണ്ടോ? അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്, അന്ന് സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്താണ്. അന്ന് ഈ ലോകം അവസാനിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി